ഹലോ ഗൈസ്, അപ്പോഴേ സജന നൂർ പുതിയൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനറായിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജന ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആളുകളുടെ അടുത്ത് CWCക്ക് പരാതിയായിട്ട് മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജന, ആദ്യം മൈനറായിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. ഈ നിങ്ങൾ രണ്ടെണ്ണം കൂടെ, ഈ ഷഫീന ബീവിയും നീയും, പിന്നെയാണ് പണ്ടാണ് അത് പതുക്കെ ഇപ്പൊ അപ്പമാണ് കേട്ടോ, കേട്ടോ. അപ്പോ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ. നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയണേ, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിച്ചില്ലേടി? നിനക്ക് വയ്യേടി? നിനക്ക് വല്ല മാനസിക പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണാൻ പോയി കാണ്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ്. നീ കിടന്ന് കിണക്കുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണ്. നിന്റെ ഈ കാല് പിടിച്ചുള്ള മാപ്പപേക്ഷയും ഒരു സമയത്ത് നിന്റെ ഓരോ മുഖവും ഓരോ രീതിയും നിന്റെ വിവരക്കേടും നിന്റെ കൊള്ളരുതായ്മകളും നീ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് വേണം. നീ വല്ല പോയി കിടക്കാൻ നോക്ക്. ശരിക്കും ഓൾറെഡി മനുഷ്യന്റെയൊക്കെ ഇസ്സത്തിന് നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനും എന്റെ ഫാമിലിയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ജീവിക്കുന്നതാണ്. നീ നിന്റെ കാര്യം നോക്ക്. റസൂൽ പൂക്കുട്ടിയുടെയും നിന്റെയും വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് മെഴുകി തുള്ളി ഒന്നും വരണ്ട. അത് നിർത്താനും പോകുന്നില്ല. നീ എവിടം വരെ പോവോ അവിടം വരെ പുറകേ നടന്നു വരും. ഓക്കെ, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നതാണ്, നിന്റെ അച്ചായനെയും നിന്റെ അച്ചായത്തിയെയും നീ ഒന്ന് ചോദ്യം ചെയ്യേ കാര്യമായിട്ട്, കേട്ടാ. അത് നിനക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടെ വന്നതാണ്. നീ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്താണല്ലോ നീ എന്നെ വന്ന് എന്തോ ചെയ്തതൊക്കെ. എനിക്ക് നിന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഒരു തേങ്ങ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ നീ തുടങ്ങി വെച്ചെടുത്ത് നിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ മാത്രമല്ല റസൂൽ പൂക്കുട്ടിയുടേത് ഇനി പിറകേ വരും ബാക്കി, കേട്ടോ. ചാപ്റ്റർ ഒന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ശരി എന്നാ അപ്പൊ മോളെ, എന്ത് ടെസ്റ്റ് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഏത് ടെസ്റ്റിന് വിളിച്ചാലും എന്റെ ഷഫീന താത്ത വിളിച്ചാൽ മാത്രം ഞാൻ വരും. എന്റെ ഷഫീന താത്ത വിളിക്കൂ. എന്റെ പൊന്നി ഷഫീന താത്ത എന്നെ ഒന്ന് വിളി. എന്റെ ഷഫീന താത്താരെ കൂടെ ഏത് ടെസ്റ്റും, താത്ത പറയണ ഏത് ടെസ്റ്റും ഞാൻ എടുക്കും. ഞാനല്ലേ പറയുന്നത്, ഉറപ്പാ ഞാൻ വന്നിരിക്കും. താത്ത എവിടെ വരണം പറയാത്ത താത്ത പറ. താത്താരോടെ പക്ഷെ ഞാൻ വരുള്ളൂ. ഞാൻ വേറെ ആരോടെ കൂടെയും പോവില്ല. വന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും, നീ അത് മറക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി, സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചൊറിയാൻ നിന്നാ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ്, 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ
ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയാ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് കൂടി ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്യാത്തൊരു പേടിക്കത്തില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറ്റേ മറിച്ചൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ വേണ്ട എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെക്കുറിച്ച് വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറെ തെളിവുകൾ കുറെ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും പറയും. അപ്പം ഈ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളെ ചാനലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ടുതരാം ഓരോരുത്തരുടെ, ഓരോ വ്യക്തികളുടെ. ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്കറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ
ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യന്റെ 40,000 50,000 60,000 രൂപ എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്ത ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകള് തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച് ആ കുടുംബം പോയി നശിപ്പിച്ചതിന്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണങ്ങളിരുന്ന മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാ, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഷിനി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാര് നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം, ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളും ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഭയങ്കര വലിയൊരു തലയിൽ വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ എന്റെ മനസ്സ് എന്റെ കണ്ണ് സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഈ കുറെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്നാ പറയുന്നത്. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം, എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മളൊരു ലാബിൽ പോയി ചെയ്ത കണക്കല്ല, ഇത് റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എന്റെ റിസൾട്ട് കാണിക്കാൻ. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എന്റെ മോളെ. എന്താ പറയുള്ളൂ, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന കണക്ക് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവളുമാരെ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറയ്ക്കാൻ നീ പലതും കൊണ്ടുവന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും നീ അത് മറയ്ക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. അതുപോലെ തന്നെ ഈ വീഡിയോ ലീക്കായ സമയത്ത് തന്നെ കുറെ ആൾക്കാര്, എന്റെ കുറെ ഫ്രണ്ട്സ് വഴി, ഞാൻ ഡയറക്റ്റ് ഇവിടുത്തെ ചാനലുകാരോട് സംസാരിച്ചിട്ടില്ല, എന്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്നണക്കൊരു വീഡിയോ ഉണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണ്ട. കാരണം ഇത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോവാ. സപ്പോർട്ടല്ല എനിക്ക് വേണ്ട, അവരെ പുറത്ത് കൊണ്ടുവരുവോ വേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേസ് നടക്കുന്ന ഒരു കാര്യം, നമുക്ക് റൂൾസ് അനുസരിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ വോയിസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് ചോദിക്കുക, എന്റെ അടുത്തല്ല ഇത് ചോദിക്കേണ്ടത്. ആ വോയിസ് റെക്കോർഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ അവരുടെ പേരിൽ കേസ് വരത്തുള്ളൂ. കാരണം ഇതാക്കിയ എന്താ പറയുക, ഇത് വെളിയിലാക്കിയ ആൾക്കാരാണ് തെറ്റുകാർ. ഞാനിത് നേരത്തെ കോടതി ഇവിടെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ വോയിസ് റെക്കോർഡ് എല്ലാം ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എന്റെ ഭാഗം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ എനിക്ക് ഇതൊക്കെ പേടിയുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡുകൾ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും വന്നിട്ടുണ്ട്. അപ്പം ഇത് തെറ്റുകൾ നമ്മളുടെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പല വോയിസ് റെക്കോർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിനെ, അതായത് ഇതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഈ തെറ്റ് കാണിക്കണമെങ്കിൽ, ദിയാസനയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും, അതായത് MDM പോലത്തെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഇതെല്ലാം തിരിഞ്ഞ് റോങ് ആയിട്ടൊരു വ്യക്തിയാണിത്. അത് നിങ്ങൾ ലോകത്ത് കൊണ്ടുപോവാ പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്തെല്ലാം. മെസ്സേജ് അയച്ചാൽ എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാം, എനിക്കത് എന്റെ ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ ഈ ഒരുമാതിരി കേക്കണേനൊക്കെ ഒരു വാശി എല്ലാവർക്കും ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവര് ചെയ്യുന്നതിനകത്ത് മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ എന്തോ അവര് തമ്മിൽ എന്തോ
ഇടപാടുണ്ട് തോന്നുന്നുണ്ട്. അതെന്ത് കൊടുക്കാതിരിക്കുക അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഈ സാധനം ഞങ്ങൾ പറഞ്ഞത് സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നാണെങ്കിലും അവരതിന്റെ എത്രയെന്ന് ശരിക്കും എന്റെ പേയ്മെന്റ് എനിക്ക് തരാമെന്ന് വെച്ചിട്ട് അതിപ്പോ ഇവരല്ല ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീല് ചെയ്യുന്ന വെച്ചാല് എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ് ഞാൻ പറ്റൂന്നല്ല പറയാൻ ഞാൻ അത് ചെയ്യുകയും ചെയ്യും. അതിന്റെ കയ്യില് എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ട് ഒരു അടുപ്പമില്ല. ഇവര് ഞാൻ ഇതിനു കണ്ടിട്ടില്ല, മനസ്സിലായില്ല. ഞാൻ എനിക്ക് ഇവരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ ഈ എനിക്ക് ഈ വർക്ക് പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ആ സമയത്ത് എനിക്ക് നിക്കക്കളിയില്ലാത്തൊരു സമയമായിരുന്നു. ഞാനത് ഓക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷെ അത് ഇത്രത്തോളം ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ചെയ്തതിന്റെ പേരില് അത് വേണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലുണ്ടാണ് അത് ചെയ്യണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സംഭവമായി പോയല്ലോ എന്ന് ആ സമയത്താണ് വിചാരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും പോലും നീളൂലായിരുന്നു. ഈ ദിവസം വരെ പോലും ഇത് നീണ്ടു പോകൂലായിരുന്നു. ഇവര് ചെയ്തത് എന്താന്ന് വെച്ചാല് പോയത് അവരുടെ മുതൽ തന്നെയാണ്. എനിക്കറിയാം അവരുടെ മുതൽ പോയാൽ അവർ അന്വേഷിക്കാം. അഫ്കോഴ്സ് ഇപ്പൊ എന്റെ മുതലാണ് പോണെങ്കിൽ ഞാനും അന്വേഷിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ ഇത് ആരുടെ മുതലാണ്, ഇത് എന്താണ് സംഭവം, ഞാൻ ഇതൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞത് കാര്യം അത് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പേയ്മെന്റ് തന്നതാണ്. ഇതിപ്പോ ആരാണെങ്കിലും ആരുടെ കാര്യമില്ല, ഞാനത് ചെയ്യും. കാരണം എനിക്ക് ഇത്ര റിസ്ക് പിടിച്ചിട്ട് നിൽക്കുന്ന എന്റെ ലൈഫ് അങ്ങനെയാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി തന്നെ നിന്നൊരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല. കിട്ടൂല, അതെന്റെ പൊട്ടത്തലാണ്. ഞാനത് ചിന്തിക്കണമായിരുന്നു. ഞാനത് ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ഇവര് ചെയ്തത് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവരെന്റെ വീട്ടിൽ പോയിട്ട് പറയണത് പോരാണ്ട് ഇവര് ചെയ്തത്, ഞാനിവിടെ ദുബായിൽ വന്നിട്ട് എന്റെ 11ാമത്തെ വർഷമാണ്. ഈ 11 വർഷത്തിൽ എനിക്ക് എന്നെയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരുടെ പോയിട്ട് ഇവരെന്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഇവര് 100 ആൾക്കാരുടെ അടുത്ത് ഇത് പറഞ്ഞ, അതായത് ഇവര് 3-4 ആൾക്കാരോടാ പറഞ്ഞത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. മനസ്സിലായി. ഇത് കറങ്ങിത്തിരിഞ്ഞ എന്താണ് നമ്മളോട് ആത്മാർത്ഥതയുള്ള ആൾക്കാര് ഇതൊന്ന് രണ്ടുപേരും നമ്മളെ വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് സംഭവം. ഞാൻ എന്റെ ഉള്ള കാര്യം പറയാം. എനിക്ക് കിട്ടിയ ഒരു വർക്കാണ് ഞാൻ ചെയ്തത്. ഇതിൽ ഇങ്ങനത്തെ ഒരു തലതിരിഞ്ഞ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട കാര്യം എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവുന്നില്ല. എനിക്കിപ്പോ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തത്. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കണല്ലോ. എന്റെ ഭാഗത്ത് ഇപ്പൊ ഒരാൾ കട്ടെടുക്കണം എന്തിനാ, ഒരാൾ കള്ളത്തരം കാണിക്കുന്നില്ല. അവരുടെ അവസ്ഥ കൊണ്ടാണ്, ഞാൻ എന്റെ അവസ്ഥ കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അതൊരു ഇതിന് കൈ കൊടുത്തത്. മനസ്സിലായി. എനിക്ക് ഇതിൽ ആരെയും ഒറ്റ കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഞാൻ ഈ സാധനം തിരിച്ചു കൊടുക്കാഞ്ഞ കാര്യം അമ്മാതിരി ഇവരെന്നെ നടിച്ചു. ഇവർക്ക് അന്വേഷിക്കാം, ഇവരുടെ മുതല് പോയി അന്വേഷിക്കാം, ശരിയാണ് ചെയ്തത് തെറ്റാണ്. ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവര് അവരുടെ അടുത്ത് എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാം. ഞാൻ എന്തിനാ ഡിവോഴ്സ് ആയതെന്ന് അറിയുക, ഞാൻ എന്തിനാണ് എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒന്ന് അറിയുക. ഇതാണല്ലോ ഇവരുടെ ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അപ്പൊ ആ സമയത്ത് ഗോൾഡ് അല്ലാത്ത വേണ്ടത്. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതിനെ കുറിച്ച് ഗോസിപ്പ് പറയുന്ന ആൾക്കാരുടെ വീട് ഗോസിപ്പ് പറഞ്ഞിട്ടാക്കുക. റിയലി ഇവർക്ക് ഗോൾഡ് ആർക്കാൻ വേണ്ടെന്നാണെങ്കിൽ മാന്യമായിട്ട് ഇവർക്ക് ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ കൊച്ചിനോട് കാണാൻ വല്ല ഓപ്ഷൻ ഉണ്ട്, അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കത്ത്, ഞാൻ തെറ്റ് ചെയ്തേക്കണല്ലേ, എനിക്ക് ആ സംഭവം കത്തി, ഞാനത് അവർക്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ ഈ മെസ്സേജ് നിനക്കായിട്ടെന്ന് വെച്ചാൽ നീയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഇത്ര നാൾ അവരെന്താണ്, എനിക്ക് അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾ. അപ്പൊ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പോരാത്തേക്ക് ഇവർ ഇമാതിരി ഇന്നെ മാറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിപ്പോ പുറത്തിറങ്ങിയിട്ട് ഒരാളുടെ അടുത്ത് ബിസിനസ് ചോദിച്ചാൽ അയ്യോ അവളാ എന്ന ആൾക്കാർ പറയും. പിന്നെ ഈ ഷീബ ആരാണ്? ഷീബന്റെ രജിസ്റ്റർ. ഈ ഷീബ എന്തുമാതിരി ഇത് ഇവിടെ ചെയ്ത് കൂട്ടിയ പൈസ കിട്ടും, അതും ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ ഷീബയുടെ കാര്യമോ സുരേഷിന്റെ കാര്യമോ ചിങ്കോന്റെ കാര്യമോ ആരാ നല്ലത് ഈ കൂട്ടത്തിലുള്ളത്? ഈ പറഞ്ഞ ആൾക്കാർ എല്ലാരും കള്ളത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാ. എനിക്ക് ജിങ്കോന്റെ കള്ളത്തരം എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഏറ്റവും സങ്കടം വന്നത് അതാണ്. ഇവരോട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാത്ത കഥകൾ അമുട്ടം പാടിക്കൊണ്ട് നടക്കുന്നത്. മനസ്സിലായി. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കേണ്ട കഥകളൊക്കെയാണ് ഞാൻ അറിയാറ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ആൾക്കാർക്ക് പൊലിപ്പിച്ച് പറഞ്ഞിട്ട് എന്താണ് കിട്ടാനെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു ഒറ്റ സംഭവം കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം വാശിക്ക് ഇവരെന്നെ എന്താ ചെയ്യാം, ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറെ കൊല്ലുള്ളൂ, കൊന്നോട്ടെ, അതോടുകൂടി അവർക്ക് ആ സംഭവത്തിന്റെ ഡീലായി പോകുന്നത്, ഡീലായിക്കോട്ടെ. അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. ഇവരെന്നെ ജയിലിലാക്കും, കൊല്ലും, ഇവരെന്നെ എന്ത് ചെയ്യും, മാക്സിമം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും തീർക്കും, അത്രയേ ഉള്ളൂ, ചെയ്തോട്ടെ. ആ വാശിയായി പോയി എനിക്ക്.
കാരണം ഇവര് മാധ്യമം എല്ലാം അടിച്ചുകൊണ്ടാണ് ഇവർക്ക് മര്യാദക്ക് നിന്ന് ഇവരുടെ മുതൽ മേടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്താലേ പറ്റിപ്പോയത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യന്മാരല്ലേ അവര്. എനിക്കിത് പറ്റിപ്പോയതാണെന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ, എനിക്കറിയാത്. അങ്ങനെ ചെയ്യാൻ തയ്യാറായി വെച്ച ആളാണ്. ഇതിപ്പോ നാളത്തെ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഞാൻ എന്തായാലും എനിക്ക് ഞാൻ ഫുള്ള് നാളെ ഇപ്പൊ നാളെ എന്നെ അവർ നാട്ടിച്ചു. ഇതുകൊണ്ട് അവർക്ക് എന്ത് ലാഭം കിട്ടിയോ, അവരുടെ മുതൽ അവർക്ക് കിട്ടിയോ? ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഇതില് എനിക്ക് കിട്ടിയ ഒരു പങ്കെടുത്ത എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഇത്തരം പേടിച്ചിട്ടുള്ളത് ഞാൻ എടുത്തത് നമ്മളെ ഒരിക്കലും പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇന്നും ഞാൻ ആ സാധനം ഇപ്പോഴും ഞാൻ പറയാം, ധൈര്യത്തോട് ഞാൻ നിൽക്കും, വാശിക്ക് ഞാൻ നിൽക്കും, ഞാൻ കൊടുക്കൂലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, അവര് ആ സാധനം ഇങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറ്. ഒരാൾക്കാർ നമ്മളെ മാത്രം നമ്മളെ വെച്ചിട്ട് സ്ട്രഗിൾ ആക്കി എന്ന് പറയുമ്പോൾ ഞാൻ സ്ട്രഗിൾ പോകുന്ന ഒരാളാണ്. നമ്മളവിടെ വേറെ കാര്യം സ്ട്രഗിൾ ആയി നടക്കുമ്പോൾ എനിക്കത് പറ്റില്ല, എനിക്കത് നാമത്തിന് സംഭവം അത്. അതുകൊണ്ട് ഞാൻ അവർക്കിത് ഒരിക്കലും 3-4 മാസത്തെ അവകാശത്തിൽ ഞാൻ ഉണ്ടാക്കും. എനിക്ക് കിട്ടിയ സംഭവം ഞാൻ അവർക്ക് കൊടുക്കും, എനിക്ക് വേണ്ടത്. പക്ഷെ എന്റെ വീട്ടിലോട്ട് ഇവരിനി ആളയക്കാനോ ഇവരെ ഇതിന്റെ പേരിൽ ഒരാളുടെ കുറ്റം വിളിച്ച് പറയാനോ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഒരൊറ്റ ഓപ്ഷനുള്ളൂ. എനിക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാൽ പോലും ഇവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഒരാൾക്കാരും എന്തെങ്കിലും എനിക്ക് ആൾക്കാരുണ്ടാവും. ഞാനും എന്റെ സാഹചര്യം കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ എടുത്ത് പറയാൻ അറിഞ്ഞോട് ഒരാളെ വേദനിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് കിട്ടിയ എനിക്കും കിട്ടിയൊരു വർക്ക് ഞാനത് അവർ പറഞ്ഞ പോലെ മാന്യമായിട്ട് ചെയ്തു കിട്ടുന്നതാണ് എന്റെ ഒരു ഭാഗം. അത് പുറത്ത് കിട്ടുന്ന ആൾക്കാർക്ക് ഇതിലെന്ത് മാന്യത വിചാരിക്കാം. പക്ഷെ ഞാൻ കാണുന്ന ന്യായം എന്താണ് എന്റെ ആൾക്കാർ. എനിക്ക് പക്ഷേ എനിക്കത് വേണ്ടത്. ഞാൻ പറഞ്ഞ ഒരു ഫാമിലി മൊത്തം ഇതായി പോകുക, അവർ അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുക, ഇതൊക്കെ എന്താ പറയാ, അതൊന്നും എനിക്ക് തെറ്റാവുന്ന ഒരു കാര്യമല്ല. ഞാൻ 6 മാസത്തിന് ഗ്യാപ്പിൽ ഉണ്ടാകും, ഞാൻ എനിക്ക് വിചാരിച്ചു എനിക്ക് ആ സാധനം വേണ്ട. അതുകൊണ്ട് പക്ഷെ എന്റെ വീട്ടിൽ ഇനി ഒരാളും ഉണ്ടാക്കുന്നത് അവരുടെ അന്വേഷിച്ച് വരുമോ, ചോദിക്കോ, പിടിക്കോ, മാനസികമായിട്ട് അതുകളെ ബുദ്ധിമുട്ടിക്കോ, എന്റെ വീട്ടിൽ വെച്ചിട്ട് കുടുംബം തകർക്കോ, എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അവരെ കുറിച്ച് പറയത്തെങ്കിലും ചെയ്താൽ ഇല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മൊത്തം പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് ഇന്ന ആൾക്കാരെന്നെ കുറിച്ച് എന്നെ മാനസികമായിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞതിന്റെ പ്രൂഫൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇവരെന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, ഷീബ എന്നെ കുറിച്ച് പറഞ്ഞത്, ഓരോരോ ആൾക്കാരും എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊടുത്തത്, ഇതിന്റെ ഒക്കെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഓഡിയോ ക്ലിപ്പായിട്ടും ഉണ്ട്, ഇവര് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടായിട്ടും എന്റെ കയ്യിലുണ്ട്. ഈ സാധനം പോസ്റ്റ് ചെയ്ത് ഇവരെന്തുദ്ദേശിച്ചാണ് എന്റെ കയ്യിൽ ഈ സാധനം തന്നതെന്നും പറഞ്ഞ് ഇവരുടെ പേരും പറഞ്ഞ് സത്യമായിട്ട് എനിക്ക് മുയലിൽ നോക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിപ്പോ. ഇനി അവരെന്തെങ്കിലും ടോർച്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്നാണെങ്കിൽ എനിക്ക് എന്താ പറയാ, ഞാൻ മനസ്സറിഞ്ഞാ പറയാ, എനിക്കറിയാം. കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സജ്ന നൂർ വിഷയത്തിൽ ഇരിക്കുന്നില്ല. റസുൽ പൂക്കുട്ടിയും സജ്നയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. ഇവൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ എന്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഹലോ എവ്രിവൺ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയും എൻ്റെ ചുറ്റുപാടുള്ള ആളുകളും എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ്. എന്ത് തന്നെ ആയാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന മനുഷ്യർ പറയണം നമ്മൾ അനുസരിക്കണം. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെ അനുസരണയില്ലാതെ ജീവിക്കുന്നതും ശരിയായ രീതിയല്ല. അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്താണ് പഠിച്ചുകൊണ്ട് വന്നത്. കാരണം എനിക്ക് എന്ത് തോന്നുന്നു അതൊക്കെ ചെയ്യുന്ന ഒരാളും കൂടി തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടും ആളുകളെ പോയി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ടും ഇത്രയും അപവാദവും അപരാധവും കേട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര സൂപ്പർ അന്തസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഏത് മീഡിയകൾ വന്നു കഴിഞ്ഞാലും റസുൽ പൂക്കുട്ടിയും സജ്നയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. കാരണം എനിക്ക് ഇനി കൂടുതൽ ഇതിന്റെ പുറകിൽ സംസാരിക്കാൻ ഞാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നോട് ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടും. കാരണം ഓൾറെഡി എന്നോടിപ്പം റീസെന്റ് പോലും ഇട്ട വീഡിയോയ്ക്ക് എന്നോട് പറഞ്ഞത്, നീ വീഡിയോ ഇടരുത്, നിർത്തിക്കോളൂ, കാരണം ഈ സ്ത്രീക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമാണ്. ഇവളിങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾ ഇനിയും പറയും. അപ്പോഴത്തേക്ക് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യസന്ധമായി പറയട്ടെ, ഇവൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇവർ പറയുന്ന പോലെ അങ്ങനെ നോക്ക് ഇങ്ങനെ നോക്ക് ഇതൊന്നുമല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തുണ്ടെങ്കിലും ഞാൻ പ്രൂഫ് ഉൾപ്പെടെ എല്ലാ മീഡിയകൾക്കും തന്നിട്ടേ ഉള്ളൂ. അപ്പം എന്തുണ്ടെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ്സുകളെല്ലാം ഞാൻ കൈമാറുന്നതായിരിക്കും. കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സജ്ന നൂർ വിഷയത്തിൽ ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരുതരം നാറ്റ
നഷ്ടം പിടിച്ച അവസ്ഥ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ബന്ധപ്പെട്ടും പോയി പടച്ചോനെ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യന്റെ. അതായത് ഇത്രയും ഒരു കേസിനകത്തായി പോയല്ലോ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ജേർണിന്ന് ആലോചിക്കുമ്പോൾ സത്യം പറയാം എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം തോന്നുന്നുണ്ട്. ഉള്ളത് പറയാമല്ലോ, നമ്മളിപ്പോൾ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഇനി എന്ത് വേണമെങ്കിലും അവർ കിടന്ന് വെല്ലുവിളിക്കട്ടെ. പിന്നെ അവർ പറഞ്ഞ ആരോപണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെളിയിക്കണമെങ്കിൽ എനിക്കെതിരെ ഏത് നിയമ നടപടി എടുത്തു കഴിഞ്ഞാലും ഞാൻ അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. എനിക്കെതിരെ പ്രശ്നങ്ങൾ വല്ലതും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റക്കാരിയാണോ അല്ലെങ്കിൽ ഒരു തെറ്റുകാരിയാണോ, ഞാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ദോഷം തരുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാളാണെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉള്ള തോന്നലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് എനിക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. പിന്നെ സജനയോട് മാത്രമായിട്ടൊരു കാര്യം കൂടെ പറയുന്നത്, സജന കേസ് കൊടുത്തതിന് ഇപ്പോൾ സഹകരിക്കും. സജന വീട് മാറി ഗേറ്റും പൂട്ടിയിട്ട് പോയി വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കാതെ സജനെ അന്വേഷിച്ചിട്ട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. സജന ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം അതൊക്കെ ചെയ്യൂ. തൽക്കാലം ഇതൊന്നും നീ ചെയ്തില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആ വഴിക്ക് നീങ്ങിക്കോളും. അപ്പം ഞാനിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതല്ല. അപ്പം എന്താന്ന് വെച്ചാൽ അവള് ആവട്ടെ, മരിക്കുന്നത് വരെയും ഞാനും കൂടെ ഒന്ന് പറയട്ടെ, മരിക്കുന്നത് വരെയും ഞാൻ ഒട്ടും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടിങ്ങിന്. കുറേ ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ യൂട്യൂബേഴ്സിന് ചിലപ്പോൾ നഷ്ടമായിരിക്കാം. ബട്ട് നിങ്ങളൊക്കെ പേഴ്സണലി വരൂ. നിങ്ങൾക്ക് ഇനിയും കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ തരാം. ഓക്കെ, അതോടൊപ്പം ഞാനൊരു കേസും കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ താങ്ക് യു ഗൈസ് വൺസ് അഗൈൻ.